സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹിച്ച് ഒരു വേദഭാഗം നമ്മൾ വായിച്ചു കേൾക്കും. ഒരു വേദഭാഗം വായിച്ചു കേൾക്കും. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവർ ഒക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്കു കേട്ടില്ല. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനല്ലാതെ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിന്തിച്ചു കളയുകയും ചെയ്യുന്നു. അവർ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവരുമല്ലോ. ഞാൻ നല്ല ഇടയൻ. ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക്
നടക്കുന്നവൻ കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടക്കുന്നവൻ എൻ പാദമിടറി ഞാൻ വീണുപോയ എന്റെ തോളിൽ വഹിച്ചിടുവാൻ എൻ പാദമിടറി ഞാൻ വീണുപോയ എന്റെ തോളിൽ വഹിച്ചിടുവാൻ ഒരു മഴയും പോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല ഒരു രാവും പുലരാതിരുന്നിട്ടില്ല ഒരു നോവും കുറയാതിരുന്നിട്ടില്ല തിരമാലയിൽ ഈ ചെറുതോണിയിൽ തിരമാലയിൽ ഈ ചെറുതോണിയിൽ അവരത്തരികിൽ അവനുള്ളതാ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഈ ദേശത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിച്ചു കേട്ട തിരുവചന പ്രകാരം വേദപുസ്തകത്തിൽ ഒരിടയനും ഒരു ആട്ടിൻകൂട്ടമെന്ന് വേദപുസ്തകം ശക്തമായി പ്രതിപാദിക്കും. യെഹെസ്കേൽ എന്ന പ്രവചന പുസ്തകത്തിനകത്ത് 34-ാം അധ്യായത്തിനകത്ത് അവിടെ ഇടയന്മാരെ തമ്മിലും ആടുകളെ തമ്മിലും വേർതിരിക്കുകയും ഒരു നല്ലിടയനായിട്ട് ദൈവം ആടുകൾക്ക് വേണ്ടി ആക്കി വെച്ച ദാവീദ് എന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ ഒരു നല്ലിടയനായ കർത്താവായി യേശുവിനെ നമുക്ക് കാണാൻ കഴിയും. ഈ പകൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഈ ദേശനിവാസികൾക്ക് ഈ വചനപ്രകാരം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുക. ലൂക്കോസ് 15-ാം അധ്യായത്തിൽ 100 ആടുകളുള്ള ഒരു ഇടയൻ 99 വിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരാടിനു വേണ്ടി അന്വേഷിക്കുന്ന ഒരു ഇടയനെ നമുക്ക് കാണാൻ കഴിയും. ആ 15-ാം അധ്യായത്തിൽ 3 വിധത്തിലുള്ള ഉപമകൾ യേശു പറഞ്ഞു. 100 ആടുകളുള്ള ഒരു ഇടയൻ, ആ ഇടയൻ തന്റെ നഷ്ടപ്പെട്ടു പോയ ആടിനു വേണ്ടി 99 ആടുകളെ വിട്ടിട്ട് ഒരാടിനെ തേടി പോകുന്നൊരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. മറ്റൊന്ന് 10 ദ്രഹ്മം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു. ആ ഒരു ദ്രഹ്മത്തിനു വേണ്ടി തന്റെ വീടടിച്ചു വാരുകയും വിളക്ക് കത്തിച്ച് ആ വീടടിച്ചു വാരിയപ്പോൾ ആ ദ്രഹ്മപ്പണം കിട്ടി. 2 മക്കളുള്ള 2 ആൺമക്കളുള്ള ഒരപ്പൻ, ഇളയ മകൻ തന്റെ ജീവിതത്തിൽ താൻ അപ്പനോട് തന്റെ അവകാശം വാങ്ങിക്കൊണ്ട് ലോകത്തിലേക്ക് ദുഷ്പ്രവൃത്തിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കാണാൻ പറ്റും. ഇവിടെ നഷ്ടപ്പെട്ട 3 വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, ഒരാട് നഷ്ടപ്പെട്ടു പോയി. 2, ഒരു ദ്രഹ്മപ്പണം നഷ്ടപ്പെട്ടു പോയി. 3, ഒരു മകൻ നഷ്ടപ്പെട്ടു പോയി. ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ ആടിന് ജീവനും വിലയുമുണ്ട്, എന്നാൽ ദ്രഹ്മം എന്ന ആ പണത്തിന് വിലയുണ്ട്, ജീവനില്ല. എന്നാൽ ഇത് രണ്ടും വ്യക്തമായി പഠിക്കുമ്പോൾ ആടിനെ അന്വേഷിച്ചു പോകുന്നൊരിടയൻ. എന്തുകൊണ്ട്? ആടിന് വിലയുണ്ട്, അതിന് ജീവനുമുണ്ട്, എന്നാൽ അതിന് അറിവില്ല. ഒറ്റപ്പെട്ടു പോയാൽ അപകടം പതിയിരിക്കുന്നുവെന്ന് അറിവില്ലാത്തത് കൊണ്ട് അറിവുള്ള ഇടയൻ ആടിന്റെ വില മനസ്സിലാക്കി ആടിന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി 99 വിട്ടിട്ട് അവിടെ അങ്ങനെ തന്നെ പറയുന്നത് 99 നീതിമാന്മാരെക്കാളും ഒരു പാപി രക്ഷിക്കപ്പെടുന്നതാണ് സ്വർഗത്തിന് സന്തോഷം. അവിടെ 99 ആടുകളെ നീതിമാന്മാരുടെ ലിസ്റ്റ് നിർത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയ, പാപത്തിൽ വീണുപോയ
അല്ലെങ്കിൽ തെറ്റിപ്പോയ ഒരു ആടിനു വേണ്ടി അന്വേഷിച്ചു പോകുന്ന ഒരു ഇടയനെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഞാൻ അക്ഷരീയമായ ആടിനെ പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്നറിയാമോ? ആടിന് വിലയുണ്ട്. ആടിന്റെ നമുക്കറിയാം, ആടിന് വിലയുണ്ട്, ജീവനുണ്ട്. എന്നാൽ ആടിന് അറിവില്ല. ഒറ്റയ്ക്ക് പോയാൽ, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇടയനെ വിട്ട് കൂട്ടം തെറ്റിയെ പോയാൽ ദുഷ്ടജന്തുക്കൾ തന്നെ പിടിച്ചു നശിപ്പിക്കുമെന്ന് അറിവില്ലാത്തത് കൊണ്ട് അറിവുള്ള ഇടയൻ ജീവനും വിലയുമുള്ള ആടിനെ അന്വേഷിച്ച് കണ്ടെത്തി അതിനെ ലഭിക്കുമ്പോൾ അവർ ഒരുമിച്ച് സന്തോഷിക്കുന്നത് കാണാൻ കഴിയും. 2, ദ്രഹ്മമെന്ന പണം. യഹൂദ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ വിവാഹ നിശ്ചയം കഴിയുന്ന ഒരു പെൺകുട്ടിക്ക് മണവാളനാകാൻ പോകുന്ന മനുഷ്യൻ 10 ദ്രഹ്മം കൊടുക്കും. എന്തിനു വേണ്ടി അറിയാമോ? വിവാഹം കഴിഞ്ഞ് തന്റെ അരികിൽ വരുന്ന മണവാട്ടിയോട് മറ്റൊന്നും ചോദിക്കത്തില്ല. യഹൂദ നിയമപ്രകാരം താൻ വിവാഹ നിശ്ചയത്തിന് കൊടുത്ത 10 ദ്രഹ്മപ്പണത്തെ ചോദിക്കും. അതിൽ 1 കുറഞ്ഞാൽ അവൾ അവിശ്വസ്തയാണ് എന്ന് കണ്ട് യഹൂദ നിയമപ്രകാരം അവളെ ഉപേക്ഷിക്കുവാൻ ആ മണവാളന് ഒരു നിയമമുണ്ടായിരുന്നു. അതുകൊണ്ട് തനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ദ്രഹ്മം, നമ്മൾ ചിന്തിക്കാം 9 ദ്രഹ്മമുണ്ടല്ലോ, എന്തിനാ ഒരെണ്ണത്തെ അന്വേഷിക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല, ആ ഒരു ദ്രഹ്മത്തിനകത്ത് തന്റെ ഭാവി കാലം പറഞ്ഞിരിപ്പുണ്ട്. കാരണം താനൊരു മണവാട്ടിയായിട്ട് തന്നെ വിവാഹ നിശ്ചയം കഴിച്ച മണവാളനോട് ചേർന്ന ജീവിതകാലം മുൻപോട്ട് പോകണമെങ്കിൽ നഷ്ടപ്പെട്ട ദ്രവം കണ്ടെത്തിയാൽ മാത്രമേ കഴിയത്തുള്ളൂ. ഈ പകൽ തിരിച്ചറിയണം, ആടിന് ജീവന് വേണ്ടി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുപോയ ആടിന്റെ ജീവനെ കണ്ടെത്തുന്ന, നഷ്ടപ്പെട്ടുപോയ ആ ഒരു ജീവിയെ കണ്ടെത്തുന്ന ഒരു ഇടയനെ കുറിക്കുമ്പോൾ, എന്നാൽ ഇവിടെ ഒരു സ്ത്രീ എന്തിനു വേണ്ടിയാ വീട് അടിച്ചുവാരി നഷ്ടപ്പെട്ടുപോയ ദ്രവം കണ്ടുപിടിച്ചത്? അതിനകത്ത് തന്റെ ഭാവി ഇരിപ്പുണ്ട്. 1, ആടിന്റെ ജീവന് വേണ്ടി ഇടയൻ വില കൊടുക്കുന്നു. 2, ദ്രവത്തിനകത്ത് ആ സഹോദരിയുടെ ഭാവി കാലം ഇരിപ്പുണ്ട്. എന്നാൽ 3ാമത്തെ സ്ഥലത്ത് വരുമ്പോൾ അവിടെ ഒരപ്പന് 2 മക്കൾ, മൂത്തവനും ഇളയവനും. ഇളയവൻ ഒരു സുപ്രഭാതത്തിൽ തന്റെ അപ്പനോട് തന്റെ അവകാശമല്ല ചോദിച്ചു വാങ്ങിച്ച് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ലോകത്തിൽ അനേക കൂട്ടുകെട്ടുകളുണ്ട്. നമുക്കറിയാം, ഇന്ന് ലോക ജീവിതം എന്ന് പറയുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും ഈ ലോക ജീവിതത്തിനകത്ത് അഴുക്കാടി നടക്കുന്ന മാതാപിതാക്കൾക്ക് വഴങ്ങാതെ അനേക സഹോദരങ്ങൾക്ക് നിന്ദകളായി, പരിഹാസങ്ങളായി കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത് ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇളയ മകൻ നഷ്ടപ്പെട്ടപ്പോൾ അപ്പൻ തേടിപ്പോയില്ല. ഞാൻ ഈ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇടയൻ തന്റെ ആടിനെ തേടിപ്പോയത്, അതിന് ഞാൻ പറഞ്ഞല്ലോ, അതിന് ജീവനും വിലയുമുണ്ട്. അറിവില്ല, പക്ഷേ ബ്രഹ്മപ്പണത്തിന് വിലയുണ്ട്. അതിന് ജീവനുമില്ല, അറിവുമില്ല. അതുകൊണ്ട് ആ സ്ത്രീക്ക് അതിനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ ഒരു മകനെ നഷ്ടപ്പെട്ടിട്ട് അപ്പൻ അവനെ അന്വേഷിച്ചു പോയെന്നല്ല വേദപുസ്തകം പറയുന്നത്. ആ മകൻ മടങ്ങി വരുവോളം ആ അപ്പൻ കാത്തിരിക്കുന്നതാണ്. എന്തുകൊണ്ട്? അവന് ജീവനുണ്ട്, അവന് വിലയുണ്ട്, അവന് അറിവുണ്ട്. എന്നാൽ ഇഹലോകത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ അപകടകരമായി, നമുക്കറിയാം, നമ്മുടെ ചെറുപ്രായത്തിൽ നമ്മുടെ മാതാപിതാക്കൾ പല തെറ്റുകളിലേക്ക് നമ്മൾ അകപ്പെടാതിരിക്കാൻ മുന്നറിയിപ്പ് തരും. നമുക്ക് എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തെക്കാൾ മുന്നവേ ആരംഭിച്ചത് കൊണ്ട്, ഇഹലോകത്തിലെ ജീവിതത്തിന്റെ അപകടങ്ങൾ അവർക്ക് അറിയാമുള്ളത് കൊണ്ട് തലമുറകളോട് പറയും, ഇന്ന വഴിക്ക് പോകരുത്, ഇന്ന റൂട്ടിൽ പോകരുത്. ഒരു കാലത്ത് മാതാപിതാക്കളെ അനുസരിക്കാതെ ഇഹലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ ഒരു കൂട്ടം സഹോദരങ്ങളാണ് ഇന്ന് നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. കാരണം ഒരിക്കൽ ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു, ഞങ്ങളുടെ മാതാപിതാക്കളുടെ വാക്കുകൾ അനുസരിക്കാതെ അതിന് തെറ്റായ മാർഗത്തിലേക്ക്, ഇഹലോക ജീവിതത്തിലേക്ക് ആയിപ്പോയ ഞങ്ങളെ അന്വേഷിച്ചു വരികയാണ് ചെയ്തത്. ഞങ്ങൾ മടങ്ങി വരുന്നത് കാത്തിരിക്കുന്നൊരപ്പനുണ്ട്. എനിക്കൊരപ്പനുണ്ടായിരുന്നു ജഡപ്രകാരം. എന്റെ അപ്പന്റെ പേര് സുന്ദരൻ എന്നാണ്. ഈ അപ്പൻ വർഷങ്ങൾ എന്നെ കാത്തിരുന്നു. കാരണം മറ്റൊന്നുമല്ല, 12 വയസ്സ് മുതൽ വീട് വിട്ട്, നാട് വിട്ട്, ദേശം വിട്ട് തെരുവിൽ ജീവിച്ച എന്റെ ഒരു ജീവിതമുണ്ട്. ഏകദേശം 12 വർഷത്തോളം എന്റെ അപ്പൻ എന്റെ ഭവനത്തിൽ കാത്തിരുന്നു. എന്നാൽ 12 വർഷത്തിനകത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ലോകത്ത് തെരുവിലേക്ക് ഇറങ്ങിപ്പോയാൽ, നിങ്ങൾക്കറിയാമോ, ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ അനേക
വ്യഭിചാരശാലകളുണ്ട്. വ്യഭിചാരിണികളെ ശരീരം വിറ്റ് ജീവിക്കുന്നവരെ പോലും അതുപോലെ അവരെ വെച്ച് സമ്പാദിക്കുന്ന ആൾക്കാർ എനിക്കറിയാം. അതുപോലെ ഗുണ്ടാലിസ്റ്റിലുള്ള ആൾക്കാർ അറിയാം. ബാംഗ്ലൂർ സിറ്റി മാർക്കറ്റിനകത്ത് ഒരു കാലത്ത്, ഇപ്പോൾ ആ വ്യക്തി മരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്, എന്നാൽ ഒരു കാലത്ത് അറിയപ്പെട്ടത് പോലീസ് റൗഡി എന്നറിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ആ വ്യക്തിയോട് കൂടെ കുറച്ചു കാലം എനിക്ക് നിൽക്കാൻ കഴിഞ്ഞു. കാരണം എന്തുകൊണ്ടാണ്? ഗുണ്ടായുസങ്ങളിൽ അനേകരെ തെറ്റിവരുന്ന തലമുറകളെ തെറ്റായ വഴികളിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടമുണ്ട്. വ്യഭിചാരശാലകൾ, അതുപോലെ മദ്യശാലകൾ, അതുപോലെ തന്നെ അനേക ഗുണ്ടകളായി അനേകരുടെ കൂടെ പിക് പോക്കറ്റ് അടിക്കുന്നവരായി. ഞാൻ ചെന്നൈയിൽ കോടാമ്പക്കത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പിക് പോക്കറ്റ് അടിക്കുന്നവരുടെ ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് പിക് പോക്കറ്റ് അടിക്കാൻ അറിയത്തില്ല. അവരടിച്ചുകൊണ്ട് വരുന്നത് സൂക്ഷിക്കുന്നവരായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ കുടുംബം വിട്ട് അപ്പന്റെ അമ്മയുടെ വാക്ക് വിട്ട് ലോകപ്രകാരം ഇറങ്ങിപ്പോയപ്പോൾ ലോകത്തിന്റെ മാലിന്യത്തിനകത്ത് അകപ്പെട്ട് നശിച്ചു പോകേണ്ട ഒരു കാലഘട്ടം. പലവട്ടം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. ജീവിതം എടുത്തുപോയി. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, 12 വയസ്സ് മുതൽ ലഹരിക്ക് അടിമയായി പോയതാൽ മാതാപിതാക്കളെ കുറിച്ചുള്ള ഒരു ചിന്തയില്ലാതെ പോയ മകൻ. എന്നാൽ 12 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാൻ ഒരു മുഖാന്തരം വന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ പൂജപ്പുര, തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചില നാളുകൾ കിടക്കുമ്പോൾ ആ ജയിലറയ്ക്കകത്ത് യഥാർത്ഥ സത്യ ദൈവം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. വിക്കനായ എനിക്ക് ഇന്ന് പകൽ നിങ്ങളുടെ നടുവിൽ നിന്ന് വിഘ്നം കൂടാതെ സംസാരിക്കാൻ കഴിയുന്നുവെങ്കിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തി. ദൈവം എന്റെ സ്വഭാവത്തെ മാറ്റി, എന്റെ ശബ്ദത്തെ മാറ്റി, എന്റെ കുടുംബ ജീവിതത്തെ മാറ്റി. മാതാപിതാക്കൾക്ക് സമാധാനമായി, എന്റെ ദേശക്കാർക്ക് ഞാനൊരു സമാധാനമായി, പോലീസ് അധികാരികൾക്ക് പോലും അറപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഇന്ന് പകല് എനിക്ക് ഈ ദേശത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ, എന്റെ അപ്പൻ കാത്തിരുന്ന പോലെ ഈ ലൂക്കോസ് 18 പറയുന്ന പിതാവും കാത്തിരുന്നു. ഒരു സുപ്രഭാതമായപ്പോൾ ആ മകന് മനസ്സിലായി, എന്റെ ഭവനത്തിൽ 2 ആൺമക്കളാണ്, 2 പെൺമക്കളുണ്ട്, ഞങ്ങൾ 4 പേരാണ്, അതിൽ ഏറ്റവും ഇളയവനാണ് ഞാൻ. ഇന്ന് പകൽ ഞാൻ ഈ വചനപ്രകാരം ചിന്തിച്ചപ്പോൾ കാര്യം മനസ്സിലായി, എന്റെ അമ്മയപ്പന്മാരൊന്നും എന്നെ അന്വേഷിച്ചു വന്നില്ല. എന്നാൽ എനിക്കൊരു മാറ്റമുണ്ടായി. ജയിലറയിൽ വെച്ച് യേശു ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ എനിക്ക് സാധിച്ചപ്പോൾ സംഭവിച്ചതറിയാമോ? എനിക്ക് എന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ എന്റെ അമ്മയപ്പന്മാരോട് ഞാൻ ചെയ്തത്, അമ്മയപ്പന്മാരെ വിഷമിപ്പിച്ചത്, എനിക്ക് പകരം എന്റെ അപ്പനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകായിരുന്നു. എനിക്ക് എന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് പെങ്ങന്മാരുടെ കല്യാണങ്ങൾ മുടങ്ങുമായിരുന്നു. ദേശക്കാരുടെ മുമ്പിൽ എന്റെ കുടുംബം ഒരു പരിഹാസമായി ജീവിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് 1997 യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ കാരണത്താൽ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു എന്ന് ഒരു തിരിച്ചറിവ് ലഭിച്ചപ്പോൾ, ആ അറിവ് എനിക്ക് ലഭിച്ചപ്പോൾ, ഇഹലോക ജീവിതമല്ല ശരിയെന്നുള്ള തിരിച്ചറിവ് എന്റെ ഉള്ളിനകത്ത് ദൈവം കൈമാറിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ ആരെയൊക്കെ വേദനിപ്പിച്ചോ, എന്റെ അമ്മയപ്പന്മാരെ, എന്റെ സഹോദരിമാരെ, എന്റെ ബന്ധുമിത്രാദികളെ, എന്റെ സുഹൃത്തുക്കളെ, എന്റെ ദേശക്കാരെ, അവരെയൊക്കെ കാണുവാനും ഇന്ന് ഭാരതത്തിന്റെ പല ഭാഗത്തും ചില വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചുവെങ്കിലും ഒരു കാര്യം സത്യമാണ്, എന്റെ സ്വന്തം ദേശത്ത് ഞാനൊരു സാക്ഷിയായി നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇന്ന് ഈ ചെമ്മണ്ണൂരിന്റെ പ്രദേശത്ത് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് കാര്യം അറിയാം, നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ചു വരുന്ന ഒരു നല്ലിടയനായിട്ട് കർത്താവ് ഈ വലിയ ദേശത്ത് വെളിപ്പെട്ടു വരികയാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മാനവകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഇഹലോകത്തിലേക്ക് മനുഷ്യവേഷത്തിൽ ഇറങ്ങി വന്ന നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, കർത്താവ് യേശു വിശ്വസിക്കാൻ എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ്. ഈ പകൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ദേശനിവാസികളോട് ഒരു കാര്യം പറയാം, ഞങ്ങൾ ഒരു മുദ്രാവാക്യം വിളിക്കാറുണ്ട്, അത് യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്ന സത്യമാണ്. പാപപങ്കിലമായ ജീവിതത്തിൽ നിന്ന് വലിയ നീതിയുള്ള മാർഗത്തിലേക്ക് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടി നമുക്കൊരു പ്രവേശനമുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ
മാരക രോഗങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തരിക അവയവങ്ങൾ അഴുകിപ്പോകുന്ന വിധത്തിൽ കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് മാരക രോഗങ്ങളാണ്. വലിയ മരണത്തിന്റെ വക്കോളമെത്തി ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് തന്നു 3 വർഷം ജീവിച്ചിരിക്കുമെന്ന്. എന്നാൽ യേശുവിനെ ആ മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് പറയാതിരിക്കും 3 മറ്റൊന്നുമല്ല, യേശു പരിശുദ്ധാത്മാവിനെ യേശു ക്രിസ്തുവിൽ കൂടി പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നു. എന്തുകൊണ്ട് ഇന്നലെ വരെ അനുസരണക്കേടിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മുഖാന്തരം ആ വ്യക്തി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ കർത്താവ് നൽകുന്ന സൗജന്യ വരദാനമാണ് പരിശുദ്ധാത്മാവ്. എന്തുകൊണ്ട്? ശുദ്ധീകരിക്കുന്ന ആത്മാവ്. അശുദ്ധിയിൽ ജീവിച്ച ഒരു വ്യക്തിയെ ശുദ്ധീകരിച്ച് ഒരു പുതിയ ഒരു പാതയിലേക്ക്, നിത്യമായ പാതയിലേക്ക്, സ്വർഗരാജ്യത്തിന്റെ പ്രവേശനത്തിലേക്ക് കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഇന്ന് പകരം ഈ ഒരു കാര്യം മനസ്സിലായി. ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കാറുണ്ട്, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. സത്യമാണ്. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. അതും സത്യമാണ്. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അതും സത്യമായ കാര്യമാണ്. അത് മാത്രമല്ല, യേശു ക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും മാത്രമല്ല, യേശു ക്രിസ്തു ഇനി രാജാവായി വരും. അതും മാത്രമല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരു കൂട്ടത്തെ ന്യായം വിധിക്കുന്ന ന്യായപാലകനായിട്ട് ക്രിസ്തു വെളിപ്പെട്ടു വരും. ഇന്ന് പകരം കേൾക്കുന്ന ഈ ദേശനിവാസികളോട് ഒരു കാര്യം സത്യമാണ്, ഇത് കൃപയുടെ കാലമാണ്. ഈ കൃപയുടെ വാതിൽ അടയും മുൻപ് കർത്താവ് യേശുവിൽ വിശ്വസിക്കുമെങ്കിൽ ഈ പകൽ ഞങ്ങൾക്ക് ലഭിച്ച ആ രക്ഷാകരമായ സന്തോഷം ഈ ദേശത്തിലുള്ള അനേകർക്ക് ലഭിക്കാൻ അത് കാരണമായി തീരും. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. നല്ലിടയനായ യേശു തന്റെ ജീവനെ കൊടുത്ത് നമുക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പ് നടത്തിയെങ്കിൽ ഉറപ്പായി പറയാം, നശിച്ചു പോകേണ്ടിയിരുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രിസ്തുവിൽ കൂടി രക്ഷിച്ച ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗീയമായ അനുഭവത്തിലേക്ക് നിങ്ങളെ വിളിക്കുവാനാണ് ഈ പകൽ ഞങ്ങൾ ഈ ദേശത്ത് നിൽക്കുന്നത്. ഇതൊരു മതപരിവർത്തനമല്ല, ഇതൊരു ജാതിയല്ല. എന്റെ പേര് രാജീവ് പണിക്കരെന്നാണ്. എന്റെ പേര് മാറിയില്ല, എന്റെ അപ്പൻ മാറിയില്ല, അമ്മ മാറിയില്ല. ഞാൻ പല സ്ഥലത്തും പറയൂ, ഞാനാണ് മാറിയത്. എന്റെ വ്യക്തിത്വം മാറി, എന്റെ സ്വഭാവം മാറി, എന്റെ സംസാരം മാറി, എന്റെ ജീവിത ശൈലികൾ മാറി. കുടുംബത്തിൽ ഒരിക്കലും വിവാഹം നടക്കത്തില്ലെന്ന് എനിക്കൊരു പെൺകുട്ടിയെ തരാൻ ആരും അളിയ തയ്യാറാകാതിരുന്ന കാലത്ത് എനിക്ക് കൃപയാൽ ഒരു ഭാര്യയെ ലഭിക്കുന്ന ദിവസം സഹായിച്ചു. മക്കളുണ്ടാകില്ലെന്ന് പറഞ്ഞിടത്ത് എനിക്ക് രണ്ട് പെൺമക്കളെ ദൈവം എനിക്ക് നൽകി. അവരുടെ വിവാഹം നടക്കുവാൻ ദൈവം സഹായിച്ചു. അവർക്ക് തലമുറകൾ ലഭിച്ചു. ഇന്ന് കുടുംബമായി ഒരിക്കൽ 3 വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ച എനിക്ക് ഇന്നൊരു മഹാസന്തോഷമുണ്ട്. കാരണം സർവ്വജനത്തിനും വരുവാനുള്ള മഹാസന്തോഷമാണ് ദൂതന്മാർ ഭൂമിയിലിറങ്ങി ആദ്യമായി സുവിശേഷിച്ചത്. ആ മഹാസന്തോഷം എന്റെ ഹൃദയത്തിലും എന്നോട് കൂടെ ഉള്ളവരുടെ ഹൃദയത്തിലും ആ പകർന്ന കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളെ ഒന്ന് വിളിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ സമയം ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞങ്ങളെ വാക്ക് ചുരുക്കുന്നു. ഇന്ന് പകൽ യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. മുട്ടുണ്ടാകില്ല എന്നുള്ള വാക്ക് താഴ്ചയടയമാട്ട എന്ന് പറഞ്ഞാൽ ഇനി താണു പോകത്തില്ല. ഇനി എനിക്കൊരു വീഴ്ചയല്ല, ഇനി ഒരു ഉയർച്ച ഉണ്ടാകും, ഒരു എഴുന്നേൽപ്പുണ്ടാകും. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് ഇരിക്കുന്ന ഈ ബിസിനസ്സുകാരാകട്ടെ, വ്യാപാരി വ്യവസായികളായി ആയിരിക്കുന്ന വ്യക്തികളുണ്ട്, യാത്രക്കാരുണ്ട്. ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ ശബ്ദം ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാ, ഇന്ന് പകൽ നിങ്ങളുടെ രക്ഷാ ദിവസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് മടങ്ങി പ്രാപിക്കുന്ന ഒരു പകലായി മാറുവാൻ പോവുകയാണ്. ഒരു നിമിഷം നമ്മളൊക്കെ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവങ്ങൾ സമർപ്പിക്കാം. ഞങ്ങളുള്ള ദേവദാസൻ ഒരു വാക്ക് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. നമുക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ കേട്ട സത്യവചനം ദൈവത്തിന്റെ
ആ വചനമാണല്ലോ ഒരു നല്ല ഇടയൻ നമ്മെ നല്ല വഴിക്ക് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ആ ഇടയന്റെ ശബ്ദമാണ് നാം ഇവിടെ കേട്ടത്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി നന്ദി. ഈ ചെമ്മണ്ണാറിന്റെ പ്രദേശത്ത് കടന്നു വന്ന് ഒരിക്കൽ കൂടെ ദൈവശബ്ദം കേൾപ്പിക്കുവാൻ ഒരു അവസരം ദൈവം തന്നല്ലോ. ആ നല്ല ഇടയനായിരിക്കുന്ന ദൈവ കർത്താവിലേക്ക് അനേകർ ആകർഷിക്കപ്പെടുവാൻ ഇടയാകണമേ. ജീവിത നിരാശയിൽ കഴിയുന്നവരുണ്ട്, ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ട് കഴിയുന്നവരുണ്ട്. ദൈവമേ, അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കർത്താവ് ചെയ്യണമേ. അവരകപ്പെട്ടിരിക്കുന്ന ആ പൈശാചിക മണ്ഡലങ്ങളിൽ വിടുവിക്കപ്പെട്ട് നീതിയുടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ അവരെ സഹായിക്കണമേ. ഇവിടെ ബിസിനസ് ചെയ്യുന്നവര്, വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സ്, മറ്റു പ്രിയപ്പെട്ടവരെല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാം മേൽ ദൈവകൃപ ചൊരിഞ്ഞാട്ടെ. കേട്ട വചനം അവരുടെ നല്ല നിലത്ത് വീണ വിത്ത് പോലെ അത് വർദ്ധിച്ചു വരുവാൻ, വളർന്നു വരുവാൻ, ഫലം കായ്പാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയുടെ അടിത്തട്ടിൽ കഴിയുന്നവർക്ക് പ്രത്യാശ ദൈവം നൽകണമേ. സൗഖ്യമില്ലാതിരിക്കുന്ന ശരീരങ്ങൾക്ക് സൗഖ്യം ദൈവം നൽകണമേ കർത്താവേ. പാപാന്തകാരത്തിൽ കഴിയുന്നവർക്ക് കർത്താവേ അവിടുത്തെ രക്ഷത്താലുള്ള മോചനം ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൂക്ഷിപ്പാൻ അവിടെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. ഈ ശബ്ദപരിധിക്ക് ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. മഹത്വം തിരുമേനിയെടുക്കും. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.